വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ജ്വല്ലറി ഹോൾ ആണ് കേട്ടോ. കുറെ ജ്വല്ലറീസ് ഒന്നുമില്ല, ഒരു 1, 2, 3 ജ്വല്ലറീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്, ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ എപ്പോഴെങ്കിലും അപ്പോൾ നമ്മൾ ജ്വല്ലറി ഹോളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് പീസും 2 ഇയറിങ്സും ആണ് കേട്ടോ. നല്ലൊരു ബോക്സിൽ സെക്യൂർഡ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഡാമേജ് ഒന്നും ഇല്ല, ഇങ്ങനെ ഒരു കവറ് പിന്നെ ഒരു ബോക്സ് അങ്ങനെയാണ് കേട്ടോ ഐറ്റം നമുക്ക് റിസീവ് ആയിട്ടുണ്ടായിരുന്നത്. എന്താണോ മീഷോയിൽ കണ്ടിരുന്നത് എക്സാക്ട് സെയിം സംഭവമാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഡാമേജ് ഇല്ല, ഇനി ബീഡ്സോ സ്റ്റോൺസോ ഒന്നും പോവേ പൊട്ടി അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇനി സെയിം സംഭവം എത്തിയാൽ വളരെ സന്തോഷമുണ്ട്. ചിലപ്പോൾ ഒക്കെ മീഷോ പറ്റിക്കലുണ്ട്, പ്രാവശ്യം എന്തായാലും അത് സംഭവിച്ചില്ല. ഇത് മാത്രമല്ല, നമ്മൾ ഓർഡർ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. റേറ്റ് കറക്റ്റായിട്ട് ഓർമ്മയില്ലായിട്ടാണ് എക്സാക്റ്റ് എത്രയാണ് റേറ്റ് എന്ന് പറയാത്തത്. റേറ്റും ലിങ്കും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ക്യാമറ പിടിച്ച് കാണിക്കുന്നതിനോട് ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. ബാക്ക് ക്യാമറ പിടിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക കേട്ടോ. കണ്ടോ, ലക്ഷ്മി ദേവി വന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ഗോൾഡൻ കളർ ബീഡ്സ് പോലെ കുഞ്ഞു കുഞ്ഞു മുത്തല്ല അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും അതുപോലെ തന്നെ റോസും ടൈപ്പ് കുഞ്ഞു കുഞ്ഞ് സ്റ്റോണുകൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസാണ്. കൂട്ടത്തിൽ ഈ 2 കുഞ്ഞ് ക്യൂട്ട് ഇയറിങ്സ് ആണ് വരുന്നത്. സെയിം നമ്മൾ ആ ഒരു ചോക്കറിൻ്റെ നെക്ലേസിൻ്റെ സെയിം വർക്കാണ് ഈ ഒരു ഇയറിങ്സിൽ ഓല് കൊടുത്തത് കേട്ടോ. അത്ര ഹെവി അല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടേനി കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ഇട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു സെയിം പാറ്റേൺ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു ലുക്ക് ഉണ്ടേനി. നമ്മളെ ട്രഡീഷണൽ വിയേഴ്സിക്കൊക്കെ നല്ല കളറായിട്ട് സൂപ്പറായിട്ട് പോകും കേട്ടോ. രണ്ടാമത്തെ നമ്മൾ ഹൽദിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ജ്വല്ലറിയാണ്. ഹൽദി ജ്വല്ലറി ഇപ്പം ആ ഒരു നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെത് കാണലുണ്ടല്ലോ, അതിന് പകരമായിട്ട് നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഇതൊരു വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും ഗോൾഡനും ഒക്കെ കൂടി മുത്തുകൾ വന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട്. കുറേ എന്താ പറയുക സിമ്പിളാണ്, കുറേ വർക്കൊന്നും ഇല്ല, കുറേ തൂങ്ങലുകളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു ചോക്കറാണ്, ഒരു നെക്ക് പീസാണ്. നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താ പറയുക ഡാമേജും ഇല്ലാതെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കുഞ്ഞൊരു സ്റ്റെഡുമിൽ ഇങ്ങനത്തെ ഒരു റൗണ്ടിലുള്ളൊരു ഡിസൈനായിട്ടാണ് ഇയറിങ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നെറ്റിച്ചുട്ടിയും വരുന്നത് സെയിം പാറ്റേൺ, 3ഉം സെയിം ആണ്. എല്ലാതും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയുള്ള 3 കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഹൽദി ജ്വല്ലറി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിപ്പോൾ നമ്മളെല്ലാവരിലും കണ്ടുവരുന്നതല്ലേ, അതിനൊരു വെറൈറ്റി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൂടെ പോയി നോക്കാം. വർത്ത് ഫോർ മണിയാണ്, നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡിൻ്റെ ബോക്സ് അല്ല ഗൈസ്, അല്ലെങ്കിൽ എമ്മുള്ളതൊക്കെ മലബാർ ഗോൾഡ് അല്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതും ഒരു സെറ്റ് ഓഫ് ജ്വല്ലറി ആണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഈ ഒരു മാല അഥവാ ഒരു മാല തന്നെ എന്ന് പറയാം. നമ്മൾ കുറച്ച് കഴുത്തിൽ നമ്മളെ എന്താ പറയുക ചോക്കർ ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഫുള്ളൊരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ഒരു വൈറ്റ് ഒരു സംഭവത്തുമ്പിൽ കുറേ ലവ് വന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇയറിങ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ബ്രേസ്ലെറ്റ് ആയിക്കോട്ടെ, എല്ലാതും ഒരു റിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റ് ഓഫ് 4 ആണ്. 2 ഇയറിങ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു റിങ്, ഒരു നെക്ക് പീസ്, ഇങ്ങനെയാണ് വരുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിലാണ്. എല്ലാതും സിമ്പിളാണ് കേട്ടോ. സൈഡിൽ ഇതുപോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എല്ലാതും ഭയങ്കര ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമുക്കൊരു ഡ്രസ്സിലേക്ക് പെയർ ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാതും ഇതിൽ വലിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹെവി വർക്കുള്ളൊരു ഡ്രസ്സൊക്കെയാണ്. സിമ്പിളായിട്ടുള്ളൊരു ജ്വല്ലറി വൈറ്റിൽ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഇതിൻ്റെ കൂടെ പോകാം. നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇയറിങ്സ് കണ്ടോ, സെയിം മാലയിലും അതുപോലെ തന്നെ റിങ്ങുമ്പിലും ബ്രേസ്ലെറ്റുമ്പിലും ഇയറിങ്സിലും സെയിം പാറ്റേൺ ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു റിങ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഹൽദിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതിനെ നമ്മൾക്ക് ജ്വല്ലറി ആയിട്ട് കൂട്ടാൻ പറ്റില്ല, പക്ഷേ ഇതിപ്പോൾ ഒരു വീഡിയോയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കുത്തി കയറ്റിയതാണ്. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. ഫുള്ള് യെല്ലോ ഉള്ള ടൈപ്പും ഫുള്ള് ഓറഞ്ച് ഉള്ള ടൈപ്പും ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യെല്ലോയും ഓറഞ്ചും കൂടി ഉള്ളത് നോക്കിയെടുത്തത് കേട്ടോ. നല്ലപോലെ അടുത്തുനിന്ന് സൂം ചെയ്ത് നോക്കിയാൽ പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലാവുള്ളൂ, അല്ലേ മനസ്സിലാവില്ല. ഇത് 5 പീസ് വന്നിട്ടുണ്ടേനി. നല്ല ഭംഗിയുണ്ടേനി, ഒന്നും വിട്ടു പോയിട്ടൊന്നുമില്ല. ഇനി ഒരു പൂ പോലും, എല്ലാതും നല്ലോണം അടുപ്പിച്ച്
അടുപ്പിച്ച് വന്നതാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ നോർമൽ നാച്ചുറൽ ഫ്ലവർ വാങ്ങിയിട്ട് ഇതുപോലെ വെച്ചാൽ അത് നമുക്ക് ഒറ്റ യൂസിനേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഒന്ന് കഴിഞ്ഞ് ആരും വലിച്ച് പറിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് എന്ത് ഡെക്കറേഷനും ഇത് യൂസ് ചെയ്യാം. ഹൽദിക്ക് അപ്പം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും വാങ്ങാം കേട്ടോ. ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. 5 എണ്ണം ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അത്ര അടുത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ആർട്ടിഫിഷ്യലാണെന്ന് മനസ്സിലും ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെ ബാക്ക് ക്യാമറ വേർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ടെമ്പിൾ ഡിസൈൻ ലക്ഷ്മി ദേവി വരുന്ന ഒരു നെക്ക് പീസും ഇയറിങ്സും വരുന്നത് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ് ഗൈസ്. എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ട്രഡീഷണൽ വിയറിൻ്റെ കൂടെയൊക്കെ ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതും നല്ല അഫോർഡബിൾ ആണ്. ഷോപ്പിലുള്ള അത്രയൊന്നും റേറ്റ് മീഷോയിൽ ഉണ്ടാവില്ല. അതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൽദീൻ്റെ ആ ഒരു നെക്ക് പീസും അതുപോലെ തന്നെ ഇയറിങ്സും ആ ഒരു നെറ്റിച്ചുട്ടിയും വരുന്ന ആ ഒരു സെറ്റ് ഇതാണ് കേട്ടോ. കണ്ടോ, വൈറ്റും ഗോൾഡൻ കളറും യെല്ലോയും കൂടി വരുന്നതാണ്. നല്ല ഭംഗിയുള്ള വർക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അതും ഒരു സ്റ്റോണോ ഒന്നും പോവാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഞാൻ മീഷോനോട് ഡബിൾ ട്രിപ്പിൾ ഹാപ്പിയാണ്. കാരണം എല്ലാതും നമ്മൾ വിചാരിച്ച പോലെ തന്നെ എത്തിയിട്ടുണ്ട്. ബാക്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്.